പ്രഗ്നൻസിയിൽ BP നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും പ്രഗ്നൻസിയിലുള്ള ഹൈ ബ്ലഡ് പ്രഷറിനെ പറ്റിയും അതുപോലെ തന്നെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായി ഉള്ള 5 മെത്തേഡ്സും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ജെനി, എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ്. നമ്മൾ സാധാരണയായി പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ്, പ്രഗ്നൻസി വീഡിയോസ്, ബേബി കെയർ റിലേറ്റഡ് വീഡിയോസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ നല്ല നല്ല ടിപ്സ് ഒക്കെയാണ് വീഡിയോസാക്കി ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ സമയം കളയാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. പ്രഗ്നൻസിയിൽ സാധാരണയായി ബ്ലഡ് പ്രഷർ നോർമലോ കുറവോ ആയിരിക്കും. ബ്ലഡ് പ്രഷർ കുറയുന്നത് സാധാരണയായി സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് എന്ന് പറഞ്ഞാൽ 3 മാസം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. അന്നേരം നമ്മുടെ BP പതിയെ കുറഞ്ഞു തുടങ്ങും. അതിന് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ഫോൾ എന്ന് പറയും. BP സാധാരണയായി 2 തരത്തിലാണ് നോക്കുന്നത്. മേളിലെ മെഷർമെൻറ്റിന് സിസ്റ്റോളിക് BP എന്നും താഴത്തെ മെഷർമെൻറ്റിന് ഡയസ്റ്റോളിക് BP എന്നുമാണ് പറയുന്നത്. പ്രഗ്നൻസിയിൽ യൂഷ്വലി ഡയസ്റ്റോളിക് BP കുറയും. റഫ്ലി ഒരു 10 mmHg കുറയും. സാധാരണയായി ഡയസ്റ്റോളിക് BP 80 mmHg ഉള്ള ആളാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഡയസ്റ്റോളിക് BP 70 mmHg ആകും. അതിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. പ്രഗ്നൻസിയിൽ സിസ്റ്റമിക് വാസ്കുലർ റെസിസ്റ്റൻസ് കുറയും എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമ്മുടെ രക്തക്കുഴലുകൾ കുറച്ച് ഡൈലേറ്റ് ആകും. കാരണം അതിലുള്ള ആ സ്മൂത്ത് മസിൽസ് പ്രഗ്നൻസി ഹോർമോണിൻ്റെ കാരണം റിലാക്സ് ആകും. അങ്ങനെ റിലാക്സ് ആകുന്ന കാരണം കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ കൂടും. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ BP കുറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത്ര ദോഷമുള്ള കാര്യമൊന്നുമല്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ ആരംഭഘട്ടങ്ങളിലൊക്കെ പോലും BP ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. കൺസീവ് ആകുന്നതിന് മുമ്പേയും ചിലവരുടെ BP കൂടുതലായിരിക്കും. അന്നേരം ഡോക്ടർ പ്രഗ്നൻസി സേഫ് BPയുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് സാധാരണയായി ക്രോണിക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. ഇതിന് പ്രഗ്നൻസിയുമായി ഒരു ബന്ധവും കാണില്ല. കാരണം ഇത് പ്രഗ്നൻസി റിലേറ്റഡ് വന്ന BP അല്ല, നേരത്തെ ഉണ്ടായിരുന്നതാണ്. നേരത്തെ BP ഉള്ളവർ ആണെങ്കിൽ, മരുന്ന് കഴിക്കുന്നവർ ആണെങ്കിൽ അത് ഡോക്ടറോട് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം BPയുടെ ചില മെഡിസിൻസ് പ്രഗ്നൻസി സേഫ് അല്ല. ആ മെഡിസിൻസ് കാരണം കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറഞ്ഞെന്ന് വരാം. കുഞ്ഞിൻ്റെ ലൈഫ് തന്നെ റിസ്കിലായെന്ന് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ BPയുടെ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ BPക്ക് പ്രഗ്നൻസി സേഫ് മെഡിസിൻസിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും. ഇനിയും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കൺസീവ് ആയിക്കഴിഞ്ഞാൽ ഉടനെ BP ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആദ്യത്തെ 3 മാസം പ്രഗ്നൻസിയിൽ ബ്ലഡ് പ്രഷർ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. 10 തൊട്ട് 15% സ്ത്രീകളിൽ പ്രഗ്നൻസി കാരണം കൊണ്ട് BP കൂടും. അതിന് നമ്മൾ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. യൂഷ്വലി ഒരു 20 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെ BP കൂടുന്നത്. ഇത് ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഉള്ള റീസൺ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതിൽ കണ്ടിട്ടുള്ളത് യൂട്രസിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ കുറയും. പ്ലാസൻ്റയുടെ അങ്ങോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോയും കുറയും. നമ്മുടെ മുഴുവൻ അവയവങ്ങളുടെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോയും കുറയും. ഇങ്ങനെ പ്രഗ്നൻസിയുടെ 20 ആഴ്ച കഴിഞ്ഞ് കൂടുന്ന BP അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് എളുപ്പം കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ മോണിറ്ററിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നോക്കാം പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് എപ്പോഴാണ് പറയുന്നതെന്ന്. സിസ്റ്റോളിക് BP 140 mmHgയിൽ കൂടുതലായാലും ഡയസ്റ്റോളിക് BP 90 mmHgയിൽ കൂടുതലായാലും ആ അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയും.
പക്ഷേ നമ്മുടെ സിസ്റ്റോളിക് ബി പി സാധാരണയായി ഉള്ളതിൽ വെച്ച് 30 mmHg കൂടുതലായാലും, ഉദാഹരണമായി സിസ്റ്റോളിക് ബി പി 100 mmHg ഉള്ള ആളാണെങ്കിൽ പ്രഗ്നൻസിയിൽ അഥവാ ആ അമ്മയുടെ സിസ്റ്റോളിക് ബി പി 20 ആഴ്ച കഴിയുമ്പോൾ 130 mmHg കൂടുതലായാലും ആ അമ്മയ്ക്ക് ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയും. പ്രഗ്നൻസിയിൽ വരുന്ന ഹൈപ്പർ ടെൻഷൻ്റെ കൂടെ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എഡീമ എന്ന് പറയും. രാത്രിയിലുള്ള 12 മണിക്കൂർ നന്നായി ഉറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നന്നായി ബോഡി വിശ്രമിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു എഡീമ മാറിയില്ലെങ്കിൽ അത് ജസ്റ്റേഷണൽ ബി പി ഉണ്ടെന്ന് ഉള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ സാധാരണയായി കാലിൽ നീര് കണ്ടെന്ന് വരാം. അത് തികച്ചും നോർമലാണ്. പക്ഷേ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനിൽ കാലിൽ നീര് ഉള്ളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിലും കൈവിരലിലും അതുപോലെ മുഖത്തും ഒക്കെ നീര് കണ്ടെന്ന് വരാം. അതുപോലെ തന്നെ കൂടെ ബോഡി വെയ്റ്റും കൂടും. ഒരാഴ്ചയിൽ 500 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് കൂടും, അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 കിലോഗ്രാമിൽ കൂടുതൽ വെയിറ്റ് കൂടും. അതിൻ്റെ കൂടെ ബോഡിയിൽ മുഴുവൻ നീര് ഉണ്ടെങ്കിൽ അതും ഒരു ഡേഞ്ചർ സൈനാണ്. നമ്മുടെ കൂടുന്ന വെയിറ്റും സ്വെല്ലിങ്ങും കണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അന്നേരം ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ മിക്കവാറും യൂറിനിൽ പ്രോട്ടീൻ ലീക്കേജ് ആകുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ആൽബുമിനൂറിയ പോസിറ്റീവ് ആയിരിക്കും. സാധാരണയായി ആൽബുമിനൂറിയ യൂറിൻ ഇൻഫെക്ഷനിലാണ് കാണാറുള്ളത്. പക്ഷേ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്ലഡ് പ്രഷറിന് ആൽബുമിനൂറിയ കൂടും. അത് 1 പോസിറ്റീവിൽ കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കാം ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആരിലൊക്കെ വരാനാണ് കൂടുതൽ സാധ്യത എന്ന്. ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ആരിൽ വേണമെങ്കിലും വരാം. പക്ഷേ പ്രഗ്നൻസി ഒരുപാട് കുറവ് ഏജിൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് ഏജ് കൂടിയിട്ടാണെങ്കിലോ അതുപോലെ നേരത്തെ ബി പി ഉള്ള ആളാണെങ്കിലോ ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിലോ ബോഡി വെയ്റ്റ് കൂടിയ അല്ലെങ്കിൽ ഒബീസ് ഉള്ള ആളാണെങ്കിലോ പ്രഗ്നൻസിയിൽ ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഒക്കെ ആണെങ്കിലോ നേരത്തെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖം ഉള്ള ആളാണെങ്കിലോ നേരത്തെ പ്രീ എക്സിസ്റ്റിംഗ് വാസ്കുലാർ ഡിസീസ് ഉള്ള ആളാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ത്രോംബോഫീലിയ പോലെയുള്ള അസുഖങ്ങൾ ഉള്ള ആളാണെങ്കിലോ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഉള്ള ആളാണെങ്കിലോ ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉള്ള ആളാണെങ്കിലോ ഫാമിലി ഹിസ്റ്ററിയിൽ ഇങ്ങനെ ബി പി ഉള്ളവർ ആണെങ്കിലോ ഫാമിലി ഹിസ്റ്ററിയിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ നേരത്തെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ മറ്റാർക്കെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരിൽ പ്രഗ്നൻസിയിൽ അധികമായി ശ്രദ്ധിക്കേണ്ടി വരും. നേരത്തെ ബി പി ഉള്ളവരിൽ 20 ആഴ്ച കഴിഞ്ഞ ബി പി പ്രഗ്നൻസിയുടെ കാരണം കൊണ്ട് കൂടുവാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ ഇമ്പോസ്ഡ് പ്രീ എക്ലാംസിയ എന്ന് പറയും. അവരെയും പ്രഗ്നൻസിയിൽ ഒരുപാട് കെയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരെ ഹൈ റിസ്ക് പ്രഗ്നൻസിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വന്നാൽ അത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. NT സ്കാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 12 ആഴ്ചയിലെ സ്കാൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യത ഉണ്ടോ എന്ന്. കാരണം ഈ സ്കാൻ നോക്കുമ്പോൾ മനസ്സിലാവും യൂട്രൈൻ ആർട്ടറി റെസിസ്റ്റൻസ് കൂടുതലായിട്ടുണ്ടോ എന്ന്. ഇനിയും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ടുള്ള മെയിൻ 5 പോയിന്റ്സ് പറയാം. ആദ്യത്തെ മെയിൻ പോയിന്റ് നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ശ്രമിക്കണം. അധികമായി വെയിറ്റ് കൂടാൻ സമ്മതിക്കരുത്. ആഴ്ചയിൽ 1/2 കിലോഗ്രാമിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 കിലോഗ്രാമിൽ കൂടുതൽ കൂടാൻ ഒട്ടും പാടില്ല. സെക്കൻഡ് മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി കാറ്റഗറി ഉള്ള ആളാണെങ്കിൽ ഡോക്ടർ ആൻറ്റി ത്രോംബോട്ടിക് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ ആസ്പിരിൻ്റെ ടാബ്ലറ്റ് തുടങ്ങും. ഇത് എടുക്കുക തന്നെ ചെയ്യണം. ഇത് എടുക്കുന്നത് മൂലം ബി പി കൂടാനുള്ള കുറച്ച് ചാൻസസ് കുറയും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ ത്രോംബോഫീലിയ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്തെന്ന് വരാം. ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ അതും എടുക്കേണ്ടി വരും. മൂന്നാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ കാൽഷ്യം അളവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഹൈ ഡോസ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്റ്റഡീസിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 600 മില്ലിഗ്രാംസിൽ കുറവ് കാൽഷ്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബി പി കൂടാനുള്ള സാധ്യത സാധാരണ കൂടാനുള്ള സാധ്യതയെക്കാട്ടിലും 6 പ്രാവശ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡയറ്റിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് 2 ഗ്രാം 200
200 മില്ലിഗ്രാം കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ദിവസേന എടുക്കേണ്ടി വരും. നാലാമത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് ആൻറ്റി ഓക്സിഡൻസിൽ റിച്ച് ആയിരിക്കണം. അതുപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, omega-3 ഫാറ്റി ആസിഡ്സ്, ഹൈ ഡോസ് ഫോളിക് ആസിഡ്, അതിൻ്റെ കൂടെ തന്നെ മാഗ്നീഷ്യം, ഫിഷ് ഓയിൽ, സിങ്ക് ഇതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും. അഞ്ചാമത്തേതും ലാസ്റ്റുമായ മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അതായത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടി വരും. നന്നായി 8 hours കംപ്ലീറ്റ് ഉറക്കം വേണം. കുറഞ്ഞത് 8 തൊട്ട് 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാൻ ഫുഡ്, പ്രിസർവേറ്റീവ്, ഫ്രോസൺ ഫുഡ് ഒക്കെ കംപ്ലീറ്റ് ആയി ഒഴിവാക്കുക. അതിൻ്റെ കൂടെ ഒരുപാട് ഉപ്പുള്ള അതുപോലെ ഓയിൽ അടങ്ങിയ, പഞ്ചസാര അടങ്ങിയ ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് പ്രത്യേകം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രഗ്നൻസിയിൽ BP നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്, ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വരാൻ ആർക്കൊക്കെയാണ് സാധ്യത കൂടുതലുള്ളത്, അതുപോലെ പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ വന്നാൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 5 സിമ്പിൾ ടിപ്സ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ